മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വിഖ്യാത റഷ്യൻ നോവലിസ്റ്റായ ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതം അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ 10-ാമത്തെ അധ്യായമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. റഷ്യൻ സാഹിത്യകാരനാണ് ഫയദോർ ദസ്തയേവ്സ്കി. വിശ്വസാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച പ്രതിഭകളിൽ ഒരാളാണ് ഇദ്ദേഹം. ഭ്രാന്താലയത്തിൻ്റെ ഷേക്സ്പിയർ എന്നാണ് ദസ്തയേവ്സ്കി അറിയപ്പെടുന്നത്. മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളെ സദാ ഇളക്കി മറിക്കുന്ന കുറ്റബോധവും ആകുലതകളും ഉദ്വേഗങ്ങളും ഇരുണ്ട ഭാവങ്ങളും ദാർശനികമായ ഉൾക്കാഴ്ചയോടെ ചിത്രീകരിച്ച് ലോകസാഹിത്യത്തിലെ നിത്യവിസ്മയമായി തീർന്ന എഴുത്തുകാരനാണ് ഫയദോർ ദസ്തയേവ്സ്കി. ഭാര്യയുടെയും ജ്യേഷ്ഠൻ്റെയും മരണമേൽപ്പിച്ച ആഘാതവും ജ്യേഷ്ഠൻ ഉണ്ടാക്കിവെച്ച കടങ്ങളും ജ്യേഷ്ഠൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യതയും ദസ്തയേവ്സ്കിയെ ആകെ ഉലച്ചുകളഞ്ഞു. നിൽക്കക്കള്ളിയില്ലാതെ വിദേശയാത്രയ്ക്ക് പോയ ദസ്തയേവ്സ്കി കയ്യിൽ കിട്ടിയ പണം മുഴുവൻ ചൂതുകളിച്ച് നഷ്ടപ്പെടുത്തി. കുറ്റവും ശിക്ഷയും എന്ന നോവൽ എഴുതിയത് ഇക്കാലത്തായിരുന്നു. നിലനിൽപ്പ് തന്നെ പരുങ്ങലിലായ അവസ്ഥയിൽ 1866 നവംബർ 1 മുമ്പ് 160 പേജ് വരുന്ന ഒരു നോവൽ എഴുതി കൊടുക്കാമെന്നും അല്ലാത്തപക്ഷം ദസ്തയേവ്സ്കിയുടെ എഴുതാനിടയുള്ളതുൾപ്പെടെ എല്ലാ പുസ്തകങ്ങളുടെ അവകാശവും വിട്ടു നൽകാമെന്നുമുള്ള കരാറിന്മേൽ സ്റ്റെല്ലോവ്സ്കി എന്ന പ്രസാധകനിൽ നിന്ന് ദസ്തയേവ്സ്കി പണം മുൻകൂറായി വാങ്ങി. ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ നോവൽ പൂർത്തിയാക്കണമെങ്കിൽ ചുരുക്കെഴുത്തറിയാവുന്ന ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്ന സ്ഥിതി വന്നു. അന്ന ഗ്രിഗറിവിന എന്ന യുവതിയുടെ സഹായത്തോടെ ദസ്തയേവ്സ്കി ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ രചനയിൽ ഏർപ്പെട്ടു. 26 ദിവസം കൊണ്ട് നോവൽ പൂർത്തിയാക്കി. ചൂതാട്ടക്കാരൻ എഴുതുന്ന ദിവസങ്ങളിൽ ദസ്തയേവ്സ്കി നേരിട്ട അപസ്മാര രോഗത്തിൻ്റെ അസ്വസ്ഥതകളും അദ്ദേഹം അനുഭവിച്ച വന്യവും ഭ്രാന്തവുമായ ആത്മസംഘർഷങ്ങളും സർഗാത്മകമായ വ്യഥയും കഥാവസ്തുവാക്കി പെരുമ്പടവം എഴുതിയ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. മലയാള സാഹിത്യത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ നോവൽ. ജീവിതത്തെ പ്രസാദാത്മകമായി നോക്കിക്കാണണം എന്ന സന്ദേശമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. വിഖ്യാത നോവലിസ്റ്റ് ദസ്തയേവ്സ്കി ഒരു ചൂതുകളി ഭ്രാന്തനായിരുന്നു. അതിലൂടെ തൻ്റെ കൃതികളെല്ലാം പണയപ്പെടുത്തി കഴിഞ്ഞു. അപസ്മാരബാധയാൽ കൂടുതൽ അവശനുമായിരുന്നു അദ്ദേഹം. പുതിയ കൃതിയുടെ അവകാശവും വിറ്റു. എന്നിട്ടും ദസ്തയേവ്സ്കിക്ക് സമയത്തിന് നോവൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അന്ന എന്ന പെൺകുട്ടിയെ സ്റ്റെനോഗ്രാഫറായി ക്ഷണിക്കുന്നു. അവൾ ദസ്തയേവ്സ്കിയുടെ കടുത്ത ആരാധകൻ്റെ മകളാണ്. നോവൽ രചനയ്ക്കായി ദസ്തയേവ്സ്കിയെ പ്രേരിപ്പിക്കുന്ന അന്നയെയും അവളുടെ സ്നേഹപരിചരണങ്ങളാൽ നോവൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന നോവലിസ്റ്റിനെയും പാഠഭാഗത്ത് ചിത്രീകരിക്കുന്നു. ഒരു ചൂതുകളി ഭ്രാന്തനായിരുന്നു ദസ്തയേവ്സ്കി. അങ്ങനെ ചൂതുകളിച്ച് തൻ്റെ കൃതികളൊക്കെ പണയപ്പെടുത്തിയതാണ് അദ്ദേഹം. എഴുതാനിരിക്കുന്ന കൃതി കൂടി അദ്ദേഹം പണയപ്പെടുത്തിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് അപസ്മാര രോഗബാധയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമയത്തിന് നോവൽ പൂർത്തിയാക്കാനൊന്നും കഴിയുന്നില്ല. അന്ന എന്ന പെൺകുട്ടിയെ സ്റ്റെനോഗ്രാഫറായിട്ട് ക്ഷണിക്കുന്നു. ഈ അന്ന ദസ്തയേവ്സ്കിയുടെ ഒരു ആരാധകൻ്റെ മകളാണ്. നോവൽ രചനയ്ക്ക് ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് അന്നയാണ്. അന്നയുടെ സ്നേഹപരിചരണങ്ങളാൽ നോവൽ അദ്ദേഹം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പുലർച്ചയ്ക്ക് മുമ്പേയുള്ള
ഏകാന്തവും നിശബ്ദവുമായ വിനാഴികകളാണ്. ആകാശവും ഭൂമിയും മരങ്ങളും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഗാഢനിദ്രയിൽ. ആകാശത്തിൻ്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. ദസ്തയേവ്സ്കി അന്നേരം കോട്ടയോട് ചേർന്നുള്ള വഴിയിൽ നിൽക്കുകയായിരുന്നു. വന്യവും ക്രൂരവുമായ ഒരു ചുഴലിയിളക്കത്തിൻ്റെ ക്ഷീണവും തളർച്ചയും കൊണ്ട് തകർന്ന നിലയിൽ 2 ദിവസം വീടിനുള്ളിൽ കിടന്നു. പുലർച്ചയ്ക്ക് മുമ്പ് ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നപ്പോൾ തോന്നിയത് വെറുതെ പുറത്തിറങ്ങി നടക്കാനാണ്. ദസ്തയേവ്സ്കി പുലർച്ചയ്ക്ക് മുമ്പ് ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി നടക്കുകയാണ്. ആ സമയത്തെ പ്രകൃതിയുടെ വർണ്ണനയാണ് ആദ്യം നൽകിയിരിക്കുന്നത്. പുലർച്ചയ്ക്ക് മുമ്പേയുള്ള സമയമാണ്. നിശബ്ദമായ വിനാഴികകളാണ്. വിനാഴിക എന്ന് പറഞ്ഞാൽ നാഴികയുടെ 60 ഭാഗത്തിനാണ് വിനാഴിക എന്ന് പറയുക. അതായത് 24 സെക്കൻഡ്. അതായത് നിശബ്ദമായ നാഴികകളാണ്, സമയമാണ് എന്നർത്ഥം. പിന്നെ ആകാശവും ഭൂമിയും മരങ്ങളും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളൊക്കെ ഗാഢമായ ഉറക്കത്തിലാണ്. കാരണം നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പുലർച്ചയ്ക്ക് മുമ്പുള്ള സമയം എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് എല്ലാവരും ഉറക്കത്തിലാണ്. ആകാശത്തിൻ്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. ആകാശത്തിൻ്റെ നിഴൽ പ്രഭാതത്തിന് മുമ്പുള്ള അരണ്ട പ്രകാശത്തെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ആകാശത്തെയും ഭൂമിയെയും മൂടിക്കിടക്കുന്ന മഞ്ഞിലൂടെ അരിച്ചെത്തുന്ന അരണ്ട വെളിച്ചമായതുകൊണ്ടാണ് ആകാശത്തിൻ്റെ നിഴലെന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. പുലർച്ചയ്ക്ക് മുമ്പുള്ള അരണ്ട വെളിച്ചം ഒരു നിഴലിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണ്. ഭംഗിയുള്ള ഒരു പ്രയോഗമാണിത്. പ്രയോഗ ഭംഗി കണ്ടെത്താനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഈ സമയത്ത് ദസ്തയേവ്സ്കി കോട്ടയോട് ചേർന്നുള്ള വഴിയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തേക്കിറങ്ങി നടന്നു. ഈ സമയത്ത്, അതായത് പുലർച്ചയ്ക്ക് മുമ്പുള്ള ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം വഴിയിൽ നിൽക്കുകയായിരുന്നു. 2 ദിവസം ഇദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട് അല്ലേ, ചുഴലിയിളക്കം. ചുഴലിയിളക്കം എന്ന് പറഞ്ഞാൽ അപസ്മാര രോഗത്തിന് പറയുന്ന പേരാണ് ചുഴലിയിളക്കം എന്ന്. അപ്പോൾ ഈ അപസ്മാരം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണവും തളർച്ചയും കൊണ്ട് തകർന്ന നിലയിൽ ഇദ്ദേഹം 2 ദിവസം വീട്ടിനുള്ളിൽ തന്നെ കിടന്നു. പുലർച്ചയ്ക്ക് ഒരു ദുസ്വപ്നത്തിൽ ഞെട്ടി ഉണർന്നാണ് അദ്ദേഹം പുറത്തിറങ്ങി നടന്നത്. കുറച്ച് ദൂരം നടക്കണമെന്ന് മാത്രമേ അദ്ദേഹം വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എത്ര ദൂരം നടന്നെന്ന് ഓർമ്മയില്ല. സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു അനാദിയിൽ നിന്ന് യാത്ര തുടരുകയായിരുന്നെന്നാണ് അപ്പോൾ തോന്നിയത്. പ്രകൃതിയുടെ ആത്മാവിൽ നിന്നുയരുന്ന മൗനത്തിൻ്റെ മൊഴികൾ കേട്ടുകൊണ്ട് നടക്കുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് നഗരം പ്രപഞ്ചമായി വികസിച്ചു. ആ ഉദയപൂർവ്വ നിമിഷങ്ങളിൽ പ്രപഞ്ചവും താനും മാത്രം. അനാദി എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്ത അല്ലേ, നിത്യമായ എന്നർത്ഥം. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ഏതോ ഒരു അനാദിയിൽ നിന്ന്, ആരംഭമില്ലാത്ത എവിടെ നിന്നോ യാത്ര തുടരുകയായിരുന്നു എന്നൊരു അനുഭവമാണ് അദ്ദേഹത്തിന് അപ്പോഴുണ്ടായത്. പ്രകൃതിയുടെ ആത്മാവിൽ നിന്നുയരുന്ന മൗനത്തിൻ്റെ മൊഴികൾ കേട്ടുകൊണ്ട്, പ്രകൃതി ഇപ്പോൾ മൗനത്തിലാണ്. ആ മൗനത്തിൻ്റെ മൊഴികൾ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് നഗരം പ്രപഞ്ചമായി വികസിച്ചു. ദസ്തയേവ്സ്കിയുടെ പല രചനകൾക്കും പശ്ചാത്തല ഭൂമികയായ നഗരമാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നഗരം. 1703 റഷ്യ ഭരിച്ചിരുന്ന പീറ്റർ ദ ഗ്രേറ്റ് എന്നു പേരായ സാർ ചക്രവർത്തിയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നഗരം നിർമ്മിച്ചത്. മോസ്കോയിൽ നിന്ന് തൻ്റെ രാജ്യ തലസ്ഥാനം അദ്ദേഹം സെൻറ്റ് ബർഗിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. 1918 വരെ ഈ നഗരം തന്നെയായിരുന്നു റഷ്യയുടെ തലസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളുടെ നഗരമെന്നാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിനെ വിശേഷിപ്പിക്കുന്നത്. സേവാ നദിക്കരയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ആ സെൻറ്റ് പീറ്റേഴ്സ് നഗരം ഒരു പ്രപഞ്ചം, ഈ പ്രപഞ്ചം തന്നെയായിട്ട്, പ്രപഞ്ചമായി വികസിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. ആ ഉദയപൂർവ്വ നിമിഷങ്ങളിൽ, ഉദയത്തിൻ്റെ പൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താ, മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ നിമിഷങ്ങളിൽ ഈ പ്രപഞ്ചവും താനും മാത്രമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. ഒരു മഹാവിജനതയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട. ദൂരെ
നിശ്ചലമായി നിൽക്കുന്ന പോപ്ലാർ മരങ്ങൾ, മരക്കൊമ്പുകൾക്കിടയിലൂടെ കാണാവുന്ന പള്ളിഗോപുരം, അവയൊക്കെയെയും മൂടിക്കിടക്കുന്ന നിഗൂഢതയിൽ നിന്ന് നിശബ്ദവും ഏകാന്തവും നിശ്ചലവും പ്രകാശപൂർണവുമായ അനശ്വരതയുടെ സങ്കീർത്തനം ദസ്തയേവ്സ്കി വായിച്ചു. വിജനതയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയോട് ചേർന്നുള്ള വഴിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ദൂരെ നിശ്ചലമായിട്ട് നിൽക്കുന്ന പോപ്ലാർ മരങ്ങൾ അദ്ദേഹത്തിന് കാണാം. ആ അന്തരീക്ഷത്തിൽ നിന്നും അനശ്വരതയുടെ സങ്കീർത്തനം മുഴങ്ങി. പ്രകൃതി സൗന്ദര്യം അനശ്വരമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സ്തുതി എന്നർത്ഥം. ആ പ്രശാന്തതയിൽ നിന്ന് യാത്ര തുടരുമ്പോൾ ദസ്തയേവ്സ്കി ഓർക്കുകയായിരുന്നു, ഈ അനശ്വരതയുടെ തൊട്ടരികിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവതലം ഏതു വിധത്തിലാണ്? ഏതോ ശാപനിലത്തിൻ്റെ മധ്യത്തിൽ, തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അവമാനങ്ങളും സഹിച്ച് ഇങ്ങനെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഒടുവിൽ താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി തീരുകയല്ലേ ചെയ്തത്? എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് തികച്ചും ഏകാകിതയിൽ. ആ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് യാത്ര തുടരുമ്പോൾ ദസ്തയേവ്സ്കി തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. പ്രകാശമാനമായ അനശ്വരമായ ഈ പ്രകൃതി, അതിന് തൊട്ടരികിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവതലം എങ്ങനെയാണ്, ഏതു വിധത്തിലാണ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. തൻ്റെ ജീവിതം ഏതോ ശാപനിലത്തിൻ്റെ മധ്യത്തിലാണെന്ന് അദ്ദേഹം ഓർക്കുന്നു. തോൽവികളും തകർച്ചകളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും കൊണ്ട് അർത്ഥശൂന്യമായ ജീവിതമാണ് തൻ്റേതെന്ന് ദസ്തയേവ്സ്കി ചിന്തിക്കുന്നു. ഒടുവിൽ താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി തീരുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. തൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷണം പോലെയല്ലേ ഇപ്പോൾ തൻ്റെ അവസ്ഥ? ഓർത്തു നോക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു. യഥാർത്ഥത്തിൽ കടിച്ചു കീറലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അഭയകേന്ദ്രം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ്. ദസ്തയേവ്സ്കി തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷണം പോലെയാണ് എന്നാണ്. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷണം, അതാരും തിരിഞ്ഞു നോക്കില്ല. ആവശ്യമില്ലാതെ കിടക്കുന്ന ഒരു പാറക്കഷണം പോലെയാണ് തൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹം ഓർക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു. ഓർത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ച് അങ്ങനെയാണ് തോന്നുന്നത്. ജീവിതമേൽപ്പിക്കുന്ന കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഒരഭയകേന്ദ്രം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് സമയം അദ്ദേഹം എല്ലാ വിഷമതകളും മറക്കുന്നു. പക്ഷേ എത്ര നേരം ഒരു പ്രാർത്ഥനയിലിരിക്കാൻ കഴിയും മനുഷ്യന്? അതിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ നടുവിലേക്കാണ് അദ്ദേഹം പോകുന്നത്. വീണ്ടും കഴുകൻ്റെ നഖങ്ങളിലേക്ക് എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ കഷ്ടതകൾ ഒരു കഴുകൻ്റെ നഖങ്ങളെപ്പോലെ അദ്ദേഹത്തെ മാന്തി കീറുകയാണ്. അദ്ദേഹത്തിന് എങ്ങോട്ടും പോകാനില്ല, തൻ്റെ ദുർവിധിയിലേക്കല്ലാതെ. തൻ്റെ ജീവിതം വെറുമൊരു പേക്കിനാവായിട്ട് തീർന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. ഷേക്സ്പിയറുടെ വരികൾ മനസ്സിൽ മാറ്റൊലിക്കൊള്ളുന്നു. ലൈഫ്സ് ബട്ട് എ വാക്കിംഗ് ഷാഡോ, എ പുവർ പ്ലെയർ ദാറ്റ് സ്ട്രട്സ് ആൻഡ് ഫ്ലഡ്സ് ഹിസ് അവർ അപ്പോൺ ദി സ്റ്റേജ് ആൻഡ് ദെൻ ഈസ് ഹേർഡ് നോ മോർ. ഇറ്റ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ്, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി, സിഗ്നിഫയിങ് നത്തിങ്. ദസ്തയേവ്സ്കിയുടെ മനസ്സിൽ വില്യം ഷേക്സ്പിയറുടെ വരികൾ മാറ്റൊലിക്കൊള്ളുന്നു. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനാണ് വില്യം ഷേക്സ്പിയർ. നാടകകൃത്താണ്, കവിയാണ്, അഭിനേതാവാണ്. ലോക സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരനാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിൻ്റെ രാഷ്ട്രകവിയെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഷേക്സ്പിയർ ജീവിതത്തെക്കുറിച്ച് തൻ്റെ കൃതിയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ജീവിതം സഞ്ചരിക്കുന്ന വെറും നിഴൽ. അരങ്ങിൽ തെളിഞ്ഞും നടന്നും വെറി പിടിച്ചും സമയം കഴിക്കുന്ന ഒരു പാവം നടൻ.
പിന്നെ കേൾപ്പോരില്ല. ഒരു വിഡ്ഢി പറഞ്ഞ ഏതോ കഥയാണത്. നിറയെ ശബ്ദവും രോഷവും, തീർത്തും അർത്ഥശൂന്യം. ജീവിതം സഞ്ചരിക്കുന്ന ഒരു വെറും നിഴലാണെന്നും മനുഷ്യർ ഈ ജീവിതമാകുന്ന നാടകത്തിൽ അഭിനയിക്കുന്ന പാവം നടന്മാരാണെന്നും അദ്ദേഹം പറയുന്നു. നഗരചത്വരം കടന്നു പോകുമ്പോൾ ആകാശത്തിൻ്റെ അടി വിളറിത്തുടങ്ങുന്നത് ദസ്തയേവ്സ്കി കണ്ടു. നഗരം പിന്നിട്ട് ദസ്തയേവ്സ്കി യാത്ര തുടരുമ്പോൾ ആകാശത്തിൻ്റെ അടി വിളറിത്തുടങ്ങുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ആകാശത്തിൻ്റെ അടി വിളറിത്തുടങ്ങുക എന്ന് പറഞ്ഞാൽ പുലരിയുടെ സൂചനയാണ്. പുലരി വരുന്നതിൻ്റെ, പ്രഭാതം വരുന്നതിൻ്റെ സൂചനയാണ് അത്. ഇന്ന് ചിലപ്പോൾ എമിലി വരും. എവിടെ നിന്ന് പണമുണ്ടാക്കി കൊടുക്കും അവൾക്ക്? യാതൊരെത്തും പിടിയും കിട്ടുന്നില്ല. ചേട്ടനായ മൈക്കിളിൻ്റെ ഭാര്യയാണ് എമിലി. ചേട്ടൻ്റെ മരണശേഷം അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് എമിലിയെയും മക്കളെയും ദസ്തയേവ്സ്കിയാണ് സംരക്ഷിച്ചിരുന്നത്. എമിലി വരുമ്പോൾ അവൾക്ക് പണം കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. എവിടെ നിന്ന് പണം ഉണ്ടാക്കി കൊടുക്കും? യാതൊരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് ദസ്തയേവ്സ്കി. ഇനി വിൽക്കാൻ വീട്ടിലാകെ ശേഷിച്ചിട്ടുള്ളത് 4-5 മരസ്പൂണുകൾ മാത്രമാണ്. ബാക്കിയൊക്കെ വിറ്റു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇനി വിൽക്കാനൊന്നുമില്ല. പണത്തിനു വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ അദ്ദേഹം വിറ്റു. ഇനിയുള്ളത് 4-5 മരസ്പൂണുകൾ മാത്രമാണ്. പാത്രങ്ങൾ വരെ അദ്ദേഹം പണയം വെച്ചു. പാത്രങ്ങൾ വിറ്റത് പാഷയ്ക്ക് വേണ്ടിയാണ്. ദസ്തയേവ്സ്കിയുടെ ആദ്യ ഭാര്യ മേരിയായുടെ മകനാണ് പാഷ. പണത്തിനും മറ്റും എപ്പോഴും ദസ്തയേവ്സ്കിയെ ചൂഷണം ചെയ്യുന്ന പ്രകൃതമാണ് പാഷയുടേത്. ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് പാഷ നയിക്കുന്നത്. പാഷ വരുമ്പോഴൊക്കെ പണം കൊടുക്കണം. പാത്രങ്ങൾ വിറ്റതും പാത്രങ്ങൾ പണയം വെച്ചതൊക്കെ പാഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഇനി അവൻ വന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വിൽക്കാനോ പണയം വയ്ക്കാനോ ഒന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ പോവുകയില്ല. പണമില്ലെന്ന് പറഞ്ഞാൽ അവൻ പോവില്ല. അവൻ്റെ പോക്കിരിത്തരം കുറേ കൂടിപ്പോകുന്നുണ്ട്. ഈയിടെ കള്ളുകുടിയും കൂടുതലാണെന്ന് കേട്ടു. ഉപദേശിച്ചിട്ടൊന്നും പ്രയോജനമില്ല. ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ടാണോ മനുഷ്യൻ ചീത്തയാവുന്നത്? പാഷ കള്ളു കുടിക്കും. കുത്തഴിഞ്ഞ ജീവിതമാണ് അവൻ്റേത്. ആ വഴിപിഴച്ച ജീവിതം പരാമർശിക്കുമ്പോഴാണ് ദസ്തയേവ്സ്കി എന്ത് പറയുന്നത്? ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ടാണോ മനുഷ്യൻ ചീത്തയാകുന്നത് എന്ന് പറയുന്നത്. കാരണം പാഷയെ ഒരുപാട് അദ്ദേഹം ഉപദേശിച്ചു. പക്ഷെ അതിന് ഫലമുണ്ടായില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.